വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർവതല സ്പർശിയായ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. ആശാ വർക്കർമാർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ളവരുടെ വേതന വർധന പ്രഖ്യാപിക്കുന്നതാണ് ബജറ്റ്. റാപ്പിഡ് റെയിൽ അടക്കമുള്ള പുതിയ പദ്ധതികൾക്ക് വേണ്ടിയും ബജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല, പട്ടികജാതി പട്ടികവർഗം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്കായി ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തേതെന്നും ഇത് ന്യൂ നോർമൽ കേരളമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി D. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തേത്, ഇതൊരു ന്യൂ നോർമൽ കേരളമാണെന്നൊക്കെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റാണ് സംസ്ഥാന ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയും തൊട്ടും തലോടിയുമുള്ള ഈ ബഡ്ജറ്റിൽ എല്ലാവർക്കും ആശ്വാസം പകരുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇതിലും പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ കുറവൊന്നും ഇല്ല. പ്രത്യേകിച്ചും ആളുകൾക്ക് സഹായം അല്ലെങ്കിൽ ആശ്വാസധനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലായാലും, ശമ്പള വർധനയുടെ കാര്യത്തിലായാലും, വേതന വർധനത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ആശ്വാസം പകരുന്ന ചില നീക്കങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ കാണാൻ കഴിയും. അതായത് വലിയ തരത്തിൽ പ്രതിഷേധമുയർത്തിയ സംഘടനകളാണ് ആശാ വർക്കർമാർ, അതുപോലെ തന്നെ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഇങ്ങനെ തുടങ്ങി വിവിധ ജീവനക്കാരുടെ സംഘടനകൾ വരെ വേതന വർധനയും DA ആവശ്യപ്പെട്ടും ശമ്പള വർധന ആവശ്യപ്പെട്ടുമൊക്കെ സമരങ്ങൾ നടത്തിയിരുന്നു. ഈ സമരം നടത്തിയ സംഘടനകൾക്കൊക്കെ ഒരു പരിധിവരെ ആശ്വാസം തരുന്ന പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് പറയാൻ കഴിയും. കാരണം ആശാ വർക്കർമാരുടെ വേതനത്തിൽ 1000 രൂപയുടെ വർധന വന്നിരിക്കുന്നു. സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ 25 രൂപയുടെ വർധന വന്നിരിക്കുന്നു. അങ്ങനെ തുടങ്ങി പ്രീ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ആയമാർ തുടങ്ങി എല്ലാവർക്കും ശമ്പള വർധനയിൽ കാര്യമായ പരിഗണന നൽകുന്നതിനൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു ശമ്പള കമ്മീഷനെ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് 3 മാസത്തിനകം ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധന എന്നുള്ളതാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനം DA ആവശ്യപ്പെട്ടുകൊണ്ട് പല സമയങ്ങളിലായി പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകളും ഭരണപക്ഷ സംഘടനകളുമൊക്കെ പ്രതിഷേധിച്ചിരുന്നു. അത്തരത്തിൽ DA ആദ്യഘട്ട DA ഈ ഫെബ്രുവരി മാസത്തിലും രണ്ടാം ഘട്ട DA മാർച്ച് മാസത്തിലും നൽകി പൂർത്തിയാക്കും എന്നുള്ള വിവരം കൂടി ഈ ബഡ്ജറ്റിൽ പറയുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ മേഖലയുമായി അടുത്തു പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു പ്രഖ്യാപനങ്ങളിൽ കടക്കുമ്പോഴേക്കും അതിന് തൊട്ട് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു. സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന വിഹിതം വലിയ തരത്തിൽ വെട്ടിക്കുറയ്ക്കാനും അതുവഴി സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുമൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തെ തനത് ഫണ്ട് വഴി നേരിടാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തനത് വരുമാനം, നികുതി ഇനത്തിലുള്ള തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വരുമാനത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ പ്രാപ്തരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ബഡ്ജറ്റിലൂടെ ഒരു അറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ട് വലിയ തരത്തിലുള്ള തുക പല കാര്യങ്ങൾക്കായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുമ്പോഴേക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ തട്ടുകളിലും അതിൻ്റേതായ തുകകൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ യൂണിഫോം, അവരുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾ, ഉച്ചഭക്ഷണം, അങ്ങനെ തുടങ്ങി ബിരുദ പഠനം വരെയുള്ള വിദ്യാഭ്യാസം, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുവരെ എത്തി നിൽക്കുന്നതാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. അതേസമയം ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട റാപ്പിഡ് റെയിൽ
ട്രാൻസ്പോർട്ട് സംവിധാനം. ആ സംവിധാനം, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ട്രെയിൻ, റെയിൽ പദ്ധതിക്ക്, അതും കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമായി മെട്രോ റെയിൽ സംവിധാനങ്ങൾ വരുന്നു. ആ മെട്രോ റെയിൽ സംവിധാനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ട്, ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു റെയിൽ സംവിധാനം വരാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അതായത് ഗതാഗത മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് കേന്ദ്ര അനുമതി വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു മേഖലയാണ് MC റോഡ്. MC റോഡ് വഴി കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നത് തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ വരുന്ന പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന മേഖലകളിൽ ഇടയ്ക്കിടയ്ക്ക് ബൈപ്പാസുകൾ പണിയുന്നതിനും റോഡുകൾ വീതി കൂട്ടുന്നതിനുമായി 5000 കോടിയിലധികം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ സമീപകാലത്തെ പ്രഖ്യാപനങ്ങളിൽ ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. 5000 കോടിയോളം രൂപയുടെ പ്രഖ്യാപനമാണ് 4 വരി പാതയാക്കുന്ന ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കിഫ്ബിയിൽ നിന്നാണ് ഫണ്ട് ഇതിനായി വക കൊള്ളിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പട്ടികവർഗ വികസനവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും 1000 കോടിയിലധികം രൂപയാണ് വിവിധ കാര്യങ്ങൾക്കായിട്ട് ചിലവിടാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പാർപ്പിടം, വിദ്യാഭ്യാസം, ഇവർ താമസിക്കുന്ന ഉന്നതികളിലേക്ക് അല്ലെങ്കിൽ ഊരുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഗതാഗത സംവിധാനത്തിലുള്ള റോഡുകൾ, അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും 1000 കോടിയിലധികം രൂപ ഉണ്ട്. അതിൽ ബഡ്ജറ്റ് വകവെച്ചതിനൊപ്പം ഇതിനകത്ത് ആ മേഖലയിൽ നിന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട വലിയ തരത്തിലുള്ള വികസനം എന്ന് പറയുന്നത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. കാരണം ആരോഗ്യ മേഖലയിലെ വികസനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ RCC ഉൾപ്പെടെയുള്ള ക്യാൻസർ കെയർ സെൻ്ററുകൾക്ക് ധനസഹായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ചില ഇൻഷുറൻസ് ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ സഹകരണ മേഖല, പൊതുമേഖല ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മെഡിസെപ്പ് പോലെ ഉള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി തന്നെ ഇവർക്ക് വളരെയധികം ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സയായിരിക്കും. ഇതിനുവേണ്ടി കാരുണ്യ പോലൊരു പദ്ധതി കൂടി ഉൾപ്പെടുത്തി അതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് അവസാനം വരുമ്പോൾ കാർഷിക മേഖലയിലും 1000 കോടിയിലധികം രൂപയാണ്. പ്രത്യേകിച്ചും കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നെൽകർഷകരാണ്. കൃഷി മേഖലയിലെ കർഷകർക്ക് വേണ്ടി ഏകദേശം വലിയ തുക തന്നെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പൈസ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് റബ്ബർ മേഖലയ്ക്ക് കാര്യമായ പരിഗണന കിട്ടിയില്ല എന്നൊരു പരാതിയുണ്ട്. കശുവണ്ടി വികസന മേഖലയ്ക്കും കാര്യമായ പരിഗണന കിട്ടിയിട്ടില്ല എന്ന് പരാതിയുണ്ട്. അതേസമയം കാർഷിക മേഖലയിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും പച്ചക്കറി വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി പൈസ വക കൊള്ളിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ ക്ഷീര കർഷകർക്ക് ആശ്വാസം പകരുന്ന ചില കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പശുക്കിടാങ്ങളെ വളർത്താനും കിടാവുകളെ വളർത്താനും അതിനെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയായുള്ള ബൃഹത് പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ തുടങ്ങി വനിതാ ശിശുക്ഷേമം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുടുംബശ്രീയിലാണ്. ആ കുടുംബശ്രീ പദ്ധതി തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വ്യവസായം വലുതാക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും വ്യവസായം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമായിട്ടുണ്ട് ഏകദേശം 1000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ഇത് പ്രധാനമായിട്ടും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. അങ്ങനെ കുടുംബശ്രീക്കും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഈ ബഡ്ജറ്റിൽ ഉണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് കായിക മേഖലയ്ക്ക് ഏകദേശം 30 കോടിയോളം രൂപ ചിലവാക്കിയിട്ടുണ്ട്. കാരണം വിവിധ സ്ഥലങ്ങളിൽ സ്റ്റേഡിയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, സ്കൂളുകളിലെ സംവിധാനങ്ങൾ, ഹോസ്റ്റലുകളുടെ വികസനം, ഇവയ്ക്ക് വേണ്ടിയാണ് 30 കോടി രൂപ അല്ലാതെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളെയും തൊട്ട് തലോടി പോകുന്ന ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്.
പക്ഷേ ഈ ബഡ്ജറ്റിനെ പൂർണ്ണതോതിൽ പിന്തുണയ്ക്കുവാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു പ്രഹസന ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. 2023-24 ബഡ്ജറ്റിലും അഷ്വറൻസ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഇപ്പോഴുള്ള പെൻഷൻ പദ്ധതിക്ക് കൂടാതെ തന്നെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ പെൻഷൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന കിട്ടുന്ന അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി തുക പെൻഷനായി നൽകുന്ന ഒരു പദ്ധതി, ആ പദ്ധതി അഷ്വറൻസ് പെൻഷൻ പദ്ധതി, ആ പദ്ധതി ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്നതിനെക്കുറിച്ചും പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നേരത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നതാണ്. അത് കൃത്യമായി നടപ്പിലാക്കാനോ നൽകാനോ കഴിയാത്തൊരു സ്ഥിതിവിശേഷം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നുള്ള ആരോപണവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ബഡ്ജറ്റ് കൃത്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കി തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ശരി, വ്യക്തമാണ്. പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആശാ വർക്കർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെയുള്ളവരുടെ വേതന വർധന പ്രഖ്യാപിക്കുന്നതാണ് ഇത്തവണത്തെ ഈ ഒരു ബജറ്റ്. റാപ്പിഡ് റെയിൽ അടക്കമുള്ള പുതിയ പദ്ധതികൾക്ക് വേണ്ടിയും ബജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തേതും, ഇത് ന്യൂ നോർമൽ കേരളമാണെന്നുമാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ആശമാർക്ക് ആശ്വാസം. ആശാ വർക്കർമാർക്ക് പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു. അംഗനവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരകുമാരുടെയും വേതനം പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനം 25 രൂപയും വർദ്ധിപ്പിച്ചു. ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ സർവകലാശാല പെൻഷനുകൾ എന്നിവ നിലവിലെ 1600 രൂപയിൽ നിന്ന് പ്രതിമാസ നിരക്കിൽ നിന്ന് പ്രതിമാസം 2000 രൂപ വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഹോണററിയും വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. സർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ, സർ, പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ DAയുടെയും പെൻഷൻകാരുടെയും ക്ഷാമാശ്വാസത്തിന്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു. DA, DR കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാരുടെ DA, DR ഉടൻ നൽകും. ഒരു ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും. മറ്റു കുടിശ്ശിക ഘട്ടം ഘട്ടമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാർക്കുള്ള പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അഷ്വേർഡ് പെൻഷൻ, സർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPS നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി വൻതുക വകയിരുത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. തുറമുഖ അനുബന്ധ വികസനത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി 1000 കോടി രൂപ കിൻഫ്ര വഴി നിക്ഷേപിക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രയ്ക്കായി RRTS പദ്ധതിയും നടപ്പിലാക്കും. നഗര മെട്രോകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി രൂപ അനുവദിച്ചതായും KN ബാലഗോപാൽ പറഞ്ഞു. സർ, ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും. നാളിതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് 611 ചരക്ക് കപ്പലുകളാണ്. സർ, വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2026 ജനുവരി 24 ബഹുമുഖ്യമന്ത്രി നിർവഹിച്ചു. 2024 പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് 17 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർ, കേരളത്തിന്റെ തെക്ക് വടക്ക് ദേശീയപാതയുടെ NH 66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുത്ത ചെലവിന്റെ 25% 5580 കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത്. സർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് BM and BC നിലവാരത്തിലേക്ക് ഉയർത്തിയത് 17,749.11 കിലോമീറ്റർ റോഡുകളാണ്. സർ, വടക്കൻ കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. സർ, 8.73 കിലോമീറ്റർ നീളമുള്ള ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ വിസ്മയകരമായ മാറ്റങ്ങൾ വയനാട്ടിൽ ഉണ്ടാവും. തുരങ്കപ്പാതയുടെ ചെലവ് 2134.5 കോടി രൂപയാണ്. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും കൈവിടാത്ത സർക്കാരാണിതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് KSRTC ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാളിതുവരെ 8525 കോടി രൂപയാണ് KSRTCക്ക് നൽകിയിട്ടുള്ളത്. സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാളിതുവരെ KSRTCക്ക് നൽകിയത് 8525.43 കോടി രൂപയാണ്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 1 മുതൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അപകട ലൈസൻസ് ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കും. ഇതിന് 15 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിനായി 850.41 കോടി വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമിന് 150 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ്പിന്റെ 2ാം ഘട്ടം പ്രഖ്യാപിച്ച ധനമന്ത്രി. ഫെബ്രുവരി 2 മുതൽ പുതിയ പദ്ധതി നിലവിൽ വരും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സഹകരണ മേഖലയിലെ ജീവനക്കാർക്കും മെഡിസെപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പാക്കും. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾ എന്നിവർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് നൽകും. സർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുമായ 11 ലക്ഷത്തോളം പേർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഏത് പ്രായത്തിലുള്ളവരും യാതൊരു മെഡിക്കൽ പരിശോധനകളില്ലാതെ ഇതിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നു. കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസെപ്പ് 2.0 പ്രഖ്യാപിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ഈ പദ്ധതി നിലവിൽ വരും. സർ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസെപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും. സർ, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസെപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതിയും ആവിഷ്കരിക്കും.
മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ വിപുലീകരിക്കേണ്ടതുണ്ട്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ ചെലവ് കുറഞ്ഞ വിഹിതം അടയ്ക്കുന്ന തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാന സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെക്കുറിച്ചുള്ള എതിർപ്പ് ബജറ്റിൽ രേഖപ്പെടുത്തി ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക വർഷാവസാനം കേന്ദ്രം കേരളത്തെ കുരുക്കിയെന്നും കേന്ദ്രം നികുതി വെട്ടിക്കുറച്ചുവെന്നും മന്ത്രി പറഞ്ഞു. വായ്പാ പരിധി വെട്ടിക്കുറച്ചുവെങ്കിലും സംസ്ഥാനം തനത് നികുതി വരുമാനത്തിലൂടെ പിടിച്ചു നിന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം. അതൊരു പരമരഹസ്യമാണ് സാർ. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തുടക്കത്തിലെ കണക്ക് കൂട്ടിയിരുന്നു. സാർ, നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. സർക്കാരിന്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഞങ്ങൾ ചെയ്തത്. സാർ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏകദേശം 1,27,747 കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി വെട്ടിക്കുറച്ചത് 17,000 കോടി രൂപയാണ്. ഇതിനൊക്കെ പുറമെയാണ് 2025-26 സാമ്പത്തിക വർഷം കേന്ദ്രം കൊണ്ടുവന്ന GST നിരക്ക് പരിഷ്കരണം 8,000 കോടി രൂപ വരെ വാർഷിക നഷ്ടം നമുക്കുണ്ടാക്കുന്നത്. 1-2 പിണറായി സർക്കാരുകൾ 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 90,000 കോടി രൂപയാണ്. തനത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലുമായി 1,52,645 കോടിയിലേറെ നമുക്ക് അധികമായി 5 വർഷക്കാലം കൊണ്ട് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സാർ. അതാണ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിൽ നമ്മെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ഡ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപ അധികം വകയിരുത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പുതിയ നയം തിരിച്ചടിയായെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി കുറ്റമറ്റ നിലയിൽ കേരളം നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാർ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 60% കേന്ദ്രം ഏറ്റെടുക്കുകയും നിശ്ചിത തൊഴിൽ ദിനങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനത്തിന്റെ അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടി മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് പുറമെയാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. ഇതോടെ കേരളം പോലെ മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ അധിക തുക വകയിരുത്തുകയാണ് സാർ. മുൻവർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപ വകയിരുത്തുകയാണ് സാർ. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഹസ്കർ CPIM വിട്ടു. ഇടത് നിരീക്ഷകനായ BN ഹസ്കറാണ് CPIM വിട്ടിരിക്കുന്നത്. അവസാനിപ്പിച്ചത് 36 വർഷത്തെ ബന്ധമാണ്. ഇനി RSPക്കൊപ്പമെന്ന് BN ഹസ്കർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇടത് നിരീക്ഷകനായ BN ഹസ്കർ CPIM വിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത ഏതായാലും പുറത്തേക്ക് വരുന്നത്. ഏതായാലും BN ഹസ്കർ ഇപ്പോൾ ഇടത് ബന്ധം അല്ലെങ്കിൽ CPIയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSPയിലേക്കാണ് BN ഹസ്കർ പോകുന്നത്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ ഈ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സജീവ മുഖമായിരുന്നു അഡ്വക്കേറ്റ് BN ഹസ്കർ എന്ന് പറയുന്നത്. നമുക്ക് മിക്കവാറും എല്ലാ ചാനൽ ചർച്ചകളിലും തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു ഹസ്കർ. പക്ഷേ കഴിഞ്ഞയിടെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ അത് പാർട്ടിക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിലേക്ക് പോവുകയും അന്ന് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു താക്കീതൊക്കെ ഹസ്കറിന് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഹസ്കർ ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയായിരുന്നു. പിന്നീടൊരു പോസ്റ്റൊക്കെ ഹസ്കർ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിരുന്നു, താൻ ഇടതുപക്ഷത്തിനൊപ്പം തുടരുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇപ്പോൾ ഹസ്കർ പാർട്ടി വിട്ടിരിക്കുകയാണ്. നിലവിൽ RSPയിലേക്കാണ് അദ്ദേഹം ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്ന് വൈകിട്ട് ഇടപ്പള്ളിക്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ അല്ലെങ്കിൽ ബേബി ജോൺ, അതായത് ഷിബു ബേബി ജോണിൻ്റെ പിതാവ് ബേബി ജോണിൻ്റെ ഒരു ചരമവാർഷികമാണ് ഇന്ന് ആ പരിപാടിയിൽ വെച്ച് അംഗത്വം, RSPയുടെ അംഗത്വം ഹസ്കർ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്ന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആ കാറിൽ കയറ്റിയതിനെ ഈ ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചിരുന്നു. ഇതാണ് പിണറായി വിജയൻ ചെയ്ത തെറ്റിന് ഇപ്പോഴും ന്യായീകരിക്കുന്നത്. തിരുത്താൻ പാർട്ടിക്ക്
കഴിയാതെ പോയത് കാപട്യമാണെന്നായിരുന്നു അന്ന് ഹസ്കറിൻ്റെ ഒരു വിമർശനം എന്നൊക്കെ പറയുന്നത്. ഏതായാലും ആ വിമർശനത്തിന് പിന്നാലെ ഒരു താക്കീതൊക്കെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഹസ്കർ CPIM-ഉമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. RSPയിലേക്ക് UDFിൻ്റെ ഘടകകക്ഷിയാണ് RSPയിലേക്ക് ഹസ്കർ പോവുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന് ഹസ്കർ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ഇടത് നിരീക്ഷകനായ BN ഹസ്കർ CPIM വിട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത്. 36 വർഷത്തെ CPIM-ഉമായിട്ടുള്ള ബന്ധമാണ് ഇദ്ദേഹം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി RSPക്കൊപ്പമാണെന്നാണ് BN ഹസ്കർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്. സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തിരികെ പോകാം. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൗകര്യം ഉണ്ടാകുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. സർ, സംസ്ഥാനത്ത് പ്രതിവർഷം 48,000 റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഈ പദ്ധതിക്കായി സർക്കാർ 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കാർഷിക മേഖലയ്ക്ക് കരുതലായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. നെല്ല് സംഭരണത്തിനായി 150 കോടി, കേര പദ്ധതിക്കായി 100 കോടിയും അനുവദിച്ചിട്ടുണ്ട്. കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി 60.5 കോടി രൂപ അനുവദിച്ചു. ക്ഷീരമേഖല വികസനത്തിനായി 128 കോടി രൂപയും കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം നെല്ലിന്റെ സംഭരണ വില 30 രൂപയായി ഉയർത്തി. സർ, റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചത് 2720.15 കോടി രൂപയാണ്. സർ, ഈ സർക്കാർ നാളിതുവരെ വിപണി ഇടപെടൽ നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് നൽകിയത് 3435.28 കോടി രൂപയാണ്. സർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 5,82,908 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. സർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 2,33,947 ആണ്. സർ, സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് 10 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള പദ്ധതികൾക്കായി 100 കോടി രൂപയാണ് അവസാന ബജറ്റ് അനുവദിച്ചത്. മുൻ വർഷത്തേക്കാൾ 29.6 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് നാം ബൃഹത്തായ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഫിസിക്കൽ ബാരിയറുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തൽ, ജനബോധവൽക്കരണം, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രാഥമിക പ്രതികരണ ടീമുകളും ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. 793 കിലോമീറ്റർ നീളത്തിൽ പുതിയ സോളാർ വേലികൾ സ്ഥാപിക്കുകയും പ്രവർത്തനരഹിതമായിരുന്ന 1954 കിലോമീറ്റർ സോളാർ വേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും എമർജൻസി ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ് സർ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അതിവേഗം ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പാക്കുകയുമാണ്. ഇതിനായിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് മുൻ വർഷത്തേക്കാൾ 29.6 കോടി രൂപ വർദ്ധിപ്പിച്ച് 100 കോടി രൂപ വകയിരുത്തുന്നു. അവസാന ബജറ്റിൽ വയനാടിനും ആശ്വാസം. മുണ്ടക്കൈയിൽ ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യഘട്ട വീടുകൾ കൈമാറുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞു. സർ, കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം, ചികിത്സാ സഹായവും നൽകിയും വാടക നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. സർ, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡും ഡ്രെയിനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെന്ററും ഓപ്പൺ തിയേറ്ററും അങ്കണവാടിയും മലിനജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങളും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു.
സാർ ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്. സാർ ലൈഫ് പദ്ധതിയിലൂടെ 4,81,935 കുടുംബങ്ങൾക്ക് LDF സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നൽകി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും ലൈഫ് പദ്ധതിയിലൂടെ കൈമാറുന്ന വീടുകളുടെ എണ്ണം 5,25,000 കടക്കും. സാർ കടൽക്ഷോഭ ഭീഷണി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത പാർപ്പിടങ്ങൾ നിർമ്മിച്ച് മാറ്റി പാർപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയിലൂടെ സർക്കാർ നിർമ്മിച്ചു നൽകിയത് 3408 ഭവനങ്ങളാണ്. 2000-ഓളം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്കായി VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചതായും KN ബാലഗോപാൽ പറഞ്ഞു. VS സെന്റർ സർ സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന നേടാണ് VSന്റെ സമരജീവിതം. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കലർത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ലെന്നും യഥാർത്ഥ ബജറ്റ് UDF അവതരിപ്പിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നു. ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മുഴുവൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ? LDF സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ ബെസ്റ്റ് ഡോക്യുമെന്റാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. യഥാർത്ഥ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് പുതിയ സർക്കാരാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ഒരു ഗവൺമെന്റിന്റെ ഫെയിലിയറിന്റെ ഭരണപരാജയത്തിന്റെ ഒരു ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ് ഈ ബഡ്ജറ്റ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതിലും കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തർത്ഥം പിന്നെ പോയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വെച്ച പ്ലാനിൻ്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം? മാത്രമല്ല നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ MP. തരൂരിന് പാർട്ടിയുമായി അതൃപ്തിയുണ്ടെന്ന വാർത്തയ്ക്കിടെയാണ് കൂടിക്കാഴ്ച. പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും എല്ലാം തുറന്നു പറഞ്ഞെന്നും ചർച്ചയിൽ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും ചർച്ചയ്ക്ക് ശേഷം തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശശി തരൂർ വ്യക്തമാക്കിയതാണ് തനിക്ക് നേതൃത്വവുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, താൻ തൃപ്തനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ തരൂർ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതിപക്ഷ നേതാവുള്ള രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ശശി തരൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പലപ്പോഴും പാർട്ടിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ തുടർച്ചയായി ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടതാണ്. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച
ഇത്തരത്തിൽ ഈ ഒരു പരിപാടി നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടത്തിയിരുന്നു. മഹാപഞ്ചായത്ത് എന്ന പേരിൽ UDF അന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ആ ചടങ്ങ് നടത്തിയതെന്ന് രാഹുൽ ഗാന്ധിയാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അവിടെ വെച്ച് രാഹുൽ ഗാന്ധി തന്നെ അപമാനിക്കുന്ന വിധത്തിൽ തന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗത്തിന് അവസരം നൽകുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വിമർശനവും അതിർത്തിയും ഒക്കെ ശശി തരൂര് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ തനിക്ക് അതിർത്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ശശി തരൂർ പറയുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മത്സരിക്കുന്നുണ്ടാവില്ല എന്നുമൊക്കെ ശശി തരൂർ അന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ശശി തരൂർ CPIMലേക്ക് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. ദുബായിൽ ഇത്തരത്തിൽ ശശി തരൂരുമായി ഒരു വ്യവസായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകളുമൊക്കെ ആ ഘട്ടത്തിലാണ് പുറത്തേക്ക് വന്നത്. അന്ന് ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിൽ ശശി തരൂർ തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ തരത്തിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും, തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയോട് പറയും, അതിൽ ഒരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നൊരു കാര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ ശശി തരൂർ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായാണ് കൂടിക്കാഴ്ച ശശി തരൂർ നടത്തിയത്. ആ കൂടിക്കാഴ്ച വളരെ അതിൽ തൃപ്തികരമാണ് എന്നുള്ളൊരു കാര്യമാണ് ശശി തരൂർ പറഞ്ഞത്. താനും എന്നും പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകും, പാർട്ടിയുമായി തനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല, മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ സജീവമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്ന് ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ശശി തരൂർ എവിടേക്ക് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. ശശി തരൂർ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നു. പാർട്ടിയിൽ താൻ തൃപ്തനാണ്, താനും പാർട്ടിയും ഒരേ ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശശി തരൂർ ഉണ്ടാകില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ അതിലുണ്ടാകില്ല എന്നുള്ള കാര്യമൊക്കെ അത്തരത്തിൽ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും താൻ സജീവമായി തന്നെ ഉണ്ടാകുമെന്നിപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, വ്യക്തമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ MP. തരൂരിന് പാർട്ടിയുമായി അതൃപ്തി ഉണ്ടെന്നുള്ളൊരു വാർത്ത പരക്കുന്നതിനിടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ല എന്നും എല്ലാം തുറന്നു പറഞ്ഞെന്നുമൊക്കെയാണ് ചർച്ചയിൽ താൻ പൂർണ്ണ തൃപ്തനാണെന്നുമാണ് ചർച്ചയ്ക്ക് ശേഷം തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്. ഞായറാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി 2026 സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യ തുടർച്ചയായി 4ാം വർഷവും അതിവേഗം വളരുന്ന പ്രമുഖ സമ്പദ് വ്യവസ്ഥയായി തുടർന്നുവെന്ന് സർവേയിൽ പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 7.4% വളർച്ച നേടുമെന്നും അടുത്ത സാമ്പത്തിക വർഷം 7.2% വളർച്ച നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു. പോയ വർഷം ഇന്ത്യൻ രൂപ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. GST പരിഷ്കാരങ്ങളിലൂടെയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലൂടെയും GDPയിൽ വലിയ ഇടിവ് വരാതെ നോക്കാനായെന്നും റിപ്പോർട്ട് പറയുന്നു. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 3 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പൂർത്തിയാക്കി. 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതി $825.3 ബില്യൺ എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തി. തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ച് 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയത് സുപ്രധാന പരിഷ്കാരമായി സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപങ്ങളും സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഇടത്തരം വളർച്ച സാധ്യത 7%-അടുത്തായിരിക്കുമെന്നും സർവേ വിലയിരുത്തുന്നു. Sir, with your permission, I rise to lay on the table a copy each of the following papers, Hindi and English versions. Economic Survey 25-26, Economic Survey 25-26 Statistical Appendix. ഞായറാഴ്ച അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി 2026 സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇത് തുടർച്ചയായി 4ാം വർഷവും അതിവേഗം വളരുന്ന ഒരു പ്രമുഖ സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു എന്നാണ് ഇപ്പോൾ സർവേയിൽ പ്രധാനമായും പറയുന്നത്. സാമ്പത്തിക വർഷം ഈ രാജ്യം 7.4% വളർച്ച നേടുമെന്നും അടുത്ത സാമ്പത്തിക വർഷം 7.2% വളർച്ച നേടുമെന്നൊക്കെയാണ് ഇപ്പോൾ സർവേ വ്യക്തമാക്കുന്നത്. പോയ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. GST പരിഷ്കാരങ്ങളിലൂടെയും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലൂടെയും ഒക്കെ GDPയിൽ വലിയ ഇടിവ് വരാതെ നോക്കാനായെന്നുമൊക്കെ
റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ 3 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതി $825.3 ബില്യൺ എന്ന റെക്കോർഡ് നേട്ടത്തിലും എത്തിയിട്ടുണ്ട്. തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ച് 4 ലേബർ കോഡുകൾ നടപ്പാക്കിയതാണ് സുപ്രധാന പരിഷ്കാരമായി സർവേ പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപങ്ങളും സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് നയിക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഇത്തരം വളർച്ചാ സാധ്യത 7% ഇന്നത്തെ സർവേയിൽ വിലയിരുത്തുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചാലക്കുടിയിൽ പുഴയിൽ നീന്താനിറങ്ങിയയാൾ മുങ്ങി മരിച്ചു. അലവി സെന്റർ സ്വദേശി സിൻഡോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. അഗ്നിരക്ഷാ സേനയെത്തി സിൻഡോയെ പുഴയിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. തൃശൂർ ചാലക്കുടിയിൽ നീന്താനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത എത്തുന്നുണ്ട്. പുഴയിൽ നീന്താനിറങ്ങിയ ആളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. അലവി സെന്റർ സ്വദേശിയായ സിൻഡോ സെബാസ്റ്റ്യനാണ് നീന്താൻ ഇറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. എന്തായാലും അഗ്നിരക്ഷാ സേനയെത്തി സിൻഡോയെ പുഴയിൽ നിന്നും പുറത്തെടുത്തെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു. തൃശ്ശൂരാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചാലക്കുടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പുഴയിൽ നീന്താൻ ഇറങ്ങിയയാളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. അലവി സെന്റർ സ്വദേശിയായിട്ടുള്ള സിൻഡോ സെബാസ്റ്റ്യനാണ് മരിച്ചിരിക്കുന്നത്. അഗ്നിരക്ഷാ സേനയെത്തി സിൻഡോയെ പുഴയിൽ നിന്ന് പുറത്തെടുത്തെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാമെന്ന് സുപ്രീം കോടതി. അഴീക്കോട് തിരഞ്ഞെടുപ്പ് കേസിൽ ഷാജിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. ഹൈക്കോടതി ഉത്തരവ് അധികാര പരിധി മറികടന്നുള്ളതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഷാജിയുടെ നിയമസഭാ കാലാവധി കഴിഞ്ഞതിനാൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാജി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള രേഖകൾ വിതരണം ചെയ്ത് വോട്ട് പിടിച്ചെന്ന എതിർ സ്ഥാനാർത്ഥി MV നികേഷ് കുമാറിന്റെ പരാതിയിൽ 2018 ഷാജിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയിരുന്നു. കൂടാതെ 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അയോഗ്യനാക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രാബല്യത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് MV നികേഷ് കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ അപ്രസക്തമായെങ്കിലും അയോഗ്യതാ വിഷയം നിലനിൽക്കുന്നുവെന്നായിരുന്നു നികേഷ് കുമാറിന്റെ വാദം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 13,550 രൂപ, പവന് 1,80,400 രൂപ. വെള്ളി ഗ്രാമിന് 410 രൂപ, കിലോ 4,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 42ാം ദിവസമാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ്
ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവർക്കാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രതികൾ നേരിട്ടോ അഭിഭാഷകർ വഴിയോ വിവരങ്ങൾ EDയെ അറിയിക്കണം. കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പ്രതിയായ മുരാരി ബാബുവിന് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി 3 സംസ്ഥാനങ്ങളിലായി 21 ED പരിശോധന നടത്തിയത്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും ED പരിശോധിച്ചത്. കോഴിക്കോട് മാളിക്കടവിലെ 26-കാരിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. കൊയിലാണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്ന് തോന്നിപ്പിച്ച കേസിൽ പോലീസിന്റെ നിർണായക ഇടപെടലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. 10 വർഷം മുൻപ് യുവതിയുമായി ബന്ധം സ്ഥാപിച്ച വൈശാഖൻ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരായി യുവതി എഴുതിയ ഡയറി കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ തനിക്കേറ്റ ക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ വിശദമായി യുവതി കുറിച്ചിരുന്നു. 16 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നും ഡയറിയിലുണ്ട്. ഇത് തെളിവാക്കി പ്രതിക്കെതിരെ പോക്സോ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബരാമതിയിലുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട നൽകി നാട്. ആയിരക്കണക്കിന് ആളുകളാണ് അവസാനമായി അജിത് പവാറിന് ആദരമർപ്പിക്കാൻ എത്തിയത്. അജിത് ദാദായ്ക്ക് മരണമില്ല, അജിത് ദാദ തിരികെ വരൂ തുടങ്ങി വികാരപരമായ മുദ്രാവാക്യങ്ങളോടെയാണ് പ്രദേശവാസികൾ തങ്ങളുടെ നേതാവിന് ആദരമർപ്പിച്ചത്. സ്വവസതിയിലെ പൊതുദർശനത്തിന് ശേഷം ബരാമതിയിലെ വിദ്യാപ്രതിഷ്ഠാനത്തിലെ സ്പോർട്സ് മൈതാനത്ത് സമീപമാണ് മൃതദേഹം സംസ്കരിച്ചത്. ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തുടങ്ങിയവർ പങ്കെടുത്തു. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നലെയാണ് ബരാമതിയിലുണ്ടായ വിമാനാപകടത്തിൽ അജിത് പവാർ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ DGCAയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാഴ്ചപരിധി നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് സ്ഥിരീകരണം. US-ൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ഭീഷണികൾക്ക് വഴങ്ങിയില്ലെങ്കിലും തുല്യമായ പരിഗണന ഉറപ്പാക്കുന്ന നീതിയുക്തമായ ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ആണവ നിർവ്യാപന കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം ഉടനടി അമേരിക്കയുമായി ധാരണയിലെത്തുന്നതാണ് നല്ലതെന്നും ട്രംപ് ഭീഷണി മുഴക്കി. കൊളംബിയയിൽ വിമാനം തകർന്ന് 15 പേർ മരിച്ചു. കൊളംബിയയിലെ നോർട്ടെ ഡി സാൻഡർ പ്രവിശ്യയിലെ കുഗുട്ടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 13 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് മരിച്ചത്. മരിച്ചവരിൽ കൊളംബിയയിലെ ഒരു നിയമസഭാ അംഗവും ഉൾപ്പെടുന്നു. സറ്റേന വിമാന കമ്പനിയുടെ ചെറുയാത്രാ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കാമിലോ ദാസ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു. പർവ്വത പ്രദേശം നിറഞ്ഞ മേഖലയിലെ മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പ്രചരണവുമായി വിവിധ മുന്നണികൾ. ഫെബ്രുവരി ആദ്യവാരം മുതൽ വടക്കൻ കേരളത്തിൽ വിവിധ ജാഥകൾക്ക് തുടക്കമാകും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര ഫെബ്രുവരി 1-നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 6-നും ആരംഭിക്കും. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫെബ്രുവരി 1 മുതൽ കാസർഗോഡ് ജില്ലയിൽ ജാഥകളുടെ വസന്തകാലം ആരംഭിക്കുകയാണ്. LDFിൻ്റെയും UDFിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ജാഥകളാണ് പ്രധാനമായും കാസർഗോഡ് നിന്ന് ആരംഭിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFിൻ്റെ ജാഥയാണ്. ഫെബ്രുവരി 1-ാം തീയതി MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിക്കാണിച്ചും പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകിയും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ
ഈ LDFന്റെ ജാഥ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 15 അവസാനിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര കേരളത്തെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത്. ഭരണകോട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചും ശബരിമല കൊള്ള, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് എന്നീ കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചായിരിക്കും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള യാത്ര സംഘടിപ്പിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളായ CPIയുടെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വത്തിന്റെയും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ കേരള കോൺഗ്രസ് M വിഭാഗത്തിന്റെ ജോസ് കെ മാണിയുടെയും ജാഥകളും ഉണ്ടാകും. VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് പുറമെ ഇത്തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലും യാത്ര സംഘടിപ്പിക്കുന്നതിന്റെ തീയതി കൃത്യമായും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായിട്ടാണ് വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ നിന്നും വിവിധ ജാഥകൾക്ക് തുടക്കമാകുന്നത്. ഫെബ്രുവരി 1 തീയതി മുതൽ വിവിധ ജാഥകൾക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് വെറും പ്രഹസനമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് BJP വ്യക്തമാക്കണം. കേസിൽ പ്രതിക്കൂട്ടിലായ CPIM-നെ സഹായിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും MLA കുറ്റപ്പെടുത്തി. ശ്രീമതി പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകരും നേതാക്കളും മാർച്ച് നടത്തി. എന്തിൻ്റെ പേരിലാണ് ഈ മാർച്ച്? എന്തിനു വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്? ഇതാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് BJP ഇത്തരമൊരു സമര നാടകം നടത്തിയത്? പ്രിയങ്ക ഗാന്ധിക്ക് ശബരിമല സ്വർണ്ണ കേസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ശബരിമല സ്വർണ്ണ കേസ് അന്വേഷണം നടത്തുന്ന ആരാണ്? ആരുടെ നേതൃത്വത്തിലാണ്? ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM നേതാക്കൾ ആഴ്ചകളായി ജയിലിനകത്താണ്. അപ്പോൾ BJP ഇത്തരമൊരു നാടകം നടത്തുമ്പോൾ അത് CPM-നെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. മുമ്പ് ഒളിഞ്ഞുള്ള ബന്ധമാണ് BJP-യും CPM ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ തെളിഞ്ഞുള്ള ബന്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൽപ്പറ്റയിൽ നാടകം നടത്തിക്കൊണ്ട് കൽപ്പറ്റയിൽ അരങ്ങേറിയ ഈ സമര നാടകം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ വർധന. പവന് 8,640 രൂപ കൂടി 1,31,160 രൂപയായി. ഗ്രാമിന് 16,395 രൂപയായി. ചരിത്രത്തിലാദ്യമായാണ് സ്വർണ്ണവില ഒരു ദിവസം ഇത്രയും ഉയരുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷ സാധ്യത വർദ്ധിച്ചതാണ് വില ഉയരാൻ കാരണം. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിനെതിരെ കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന് 5,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പെർമിറ്റ് പുതുക്കാത്തതും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും കണ്ടെത്തിയതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത്. തൃശൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കൊക്കാലെ ജംഗ്ഷനിൽ ഓട വൃത്തിയാക്കുന്ന സ്ഥലത്ത് നിന്നാണ് വാഹനം കണ്ടെത്തിയത്. കണ്ണൂർ കണ്ണവം ചുണ്ടയിൽ പറമ്പിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന തൊഴിലാളികളാണ് ദ്രവിച്ച നിലയിലുള്ള സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കണ്ണവം പോലീസ് സ്ഥലത്തെത്തി ബോംബ് സ്റ്റേഷനിലേക്ക് മാറ്റി.